പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ തുടക്കമാകും. അതീവ രഹസ്യമായിരിക്കും വോട്ടെടുപ്പ്. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക ഉയരും വരെ ആകാംക്ഷ തുടരും. പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയെന്ന് നോക്കാം. മാർപ്പാപ്പ കാലം ചെയ്യുകയോ സ്ഥാനത്യാഗം ചെയ്യുകയോ ചെയ്താൽ 15 മുതൽ 20 ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് ചേരും. അതീവ രഹസ്യമായ കോൺക്ലേവിലാണ് വോട്ടെടുപ്പ് നടക്കുക. 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാൾമാർക്കാണ് വോട്ടവകാശം. ഈ മാനദണ്ഡമനുസരിച്ച് നിലവിൽ 135 പേർക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇതിൽ 108 പേരെയും ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് നിയമിച്ചത്. വത്തിക്കാനിലെ അപ്പോസ്തലിക് പാലസിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിലാണ് കോൺക്ലേവ് ചേരുക. പുറം ലോകവുമായി ബന്ധപ്പെടില്ലെന്നും രഹസ്യം സൂക്ഷിക്കുമെന്നും കർദിനാൾമാർ പ്രതിജ്ഞ ചെയ്യും. കോൺക്ലേവിൻ്റെ സമയത്ത് 5 നിലകളുള്ള അതിഥി മന്ദിരമായ ഹൗസ് ഓഫ് സെയിൻറ്റ് മാർത്തയിലാണ് കർദിനാൾമാർ താമസിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥിരമായി താമസിച്ചിരുന്നത് ഇവിടെ 201-ാം സ്യൂട്ടിലായിരുന്നു. കോൺക്ലേവിൻ്റെ ആദ്യ ദിവസം ഉച്ച കഴിഞ്ഞ് കുർബാനയ്ക്ക് ശേഷമാകും വോട്ടെടുപ്പ്. ദീർഘചതുരാകൃതിയിലുള്ള ബാലറ്റ് പേപ്പറിൽ പിന്തുണയ്ക്കുന്ന ആളുടെ പേരെഴുതി കർദിനാൾമാർ അൾത്താരയിലെ ട്രേയിൽ വെച്ച് പ്രാർത്ഥിക്കണം. തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടത് 2/3 വോട്ട്. ആദ്യ റൗണ്ടിലെ ആർക്കും 2/3 വോട്ട് ലഭിച്ചില്ലെങ്കിൽ വോട്ടെടുപ്പ് നീളും. രണ്ടാമത്തെ ദിവസം മുതൽ രാവിലെയും ഉച്ച കഴിഞ്ഞും 2 റൗണ്ട് വീതമായിരിക്കും വോട്ടെടുപ്പ്. ആർക്കും 2/3 വോട്ട് ലഭിച്ചില്ലെങ്കിൽ തുന്നിക്കെട്ടിയ ബാലറ്റുകൾ സിലിണ്ടറിക്കൽ സ്റ്റൗവിൽ രാസലായനി ചേർത്ത് കത്തിക്കും. സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിലൂടെ പുറത്തു വരുന്നത് കറുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായില്ലെന്നർത്ഥം. വെളുത്ത പുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്നും. സെയിൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിന് അഭിമുഖമായുള്ള ബാൽക്കണിയിൽ നിന്ന് കർദിനാൾമാരുടെ ഡീൻ പ്രഖ്യാപിക്കും, ഹബേമൂസ് പാപ്പ എന്നുവെച്ചാൽ നമുക്ക് പാപ്പയെ ലഭിച്ചു എന്ന്. പിന്നാലെ സ്ഥാനവസ്ത്രങ്ങൾ ധരിച്ചെത്തുന്ന പാപ്പ വിശ്വാസികളെ അനുഗ്രഹിക്കും.